184 ബൂത്തുകളിൽ 14 റൗണ്ടുകളിലായിട്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 14 റൗണ്ടും നെഞ്ചിടിപ്പേറ്റുന്നതായിരിക്കും. ജിജേഷ് പറയുന്നു, പെട്ടി പൊട്ടിക്ക് മുൻപേ തൊട്ടടുത്ത ചാനലിന്റെ ഇരട്ടി വ്യൂവേഴ്സുമായി റിപ്പോർട്ടർ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരൊപ്പം ഉണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അടിത്തട്ടിൽ പോയി പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത് അത് ചിലർക്ക് പരിവുണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യം അറിയോ, ആദ്യം നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ നമ്മളെ സംശയത്തോടു കൂടി ഇവ മറ്റവനെ വിജയിപ്പിക്കാൻ വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ CPM ഓഫീസിൽ നിന്ന് കോള്, നിങ്ങൾ രാഹുലിനെ വിജയിപ്പിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ CK ടീമിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലേ. പിന്നീട് ഈ 3 പേർക്കും ആ പരാതി ഇല്ലാതായി. അപ്പൊ ശരിക്കും നമ്മുടെ ഇലക്ഷൻ ബസ്സുമായിട്ട് പോയില്ലേ, ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയത് ഞാൻ ഞെട്ടിപ്പോയി. മലപ്പുറത്തെ കോൺഗ്രസ്സുകാര്, കണ്ണൂരിലെ കോൺഗ്രസ്സുകാരൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു, വിടുന്നില്ല. തീർച്ചയായിട്ടും കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയില്ല. മാത്രമല്ല ഏത് സമയത്ത് പോകുമ്പോഴും, വയനാട് നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും അവർക്കെല്ലാം അറിയേണ്ടത് പാലക്കാട്ട് എന്ത് സംഭവിക്കും, മലപ്പുറത്ത് പോയാൽ പാലക്കാട്ട് എന്ത് സംഭവിക്കും. ഒറ്റ ചോദ്യം മാത്രമാണ് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഡോക്ടർ അരുൺ ആര് ജയിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശരിക്കും അറിയാവോ? ശരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, പാലക്കാട് ആര് ജയിക്കുമെന്ന് ചോദ്യം കേരളം മുഴുവൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അടിത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവേളയിൽ പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ പക്ഷമില്ല. അതുകൊണ്ട് റിപ്പോർട്ടർ ഒരു കാര്യം ചെയ്തു, എല്ലാ സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാരെ ഇട്ടുകൊടുത്തു. ദീപക് മലയമ്മ വൃത്തിയായിട്ട് BJP ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി. അല്ലമീൻ വൃത്തിയായിട്ട് UDF ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരങ്ങൾ നൽകി. സാനിയോ സരിന്റെ ഒപ്പം നടന്നുകൊണ്ട് തന്നെയാണ് ഓടുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ബൂത്ത് സന്ദർശിച്ചത് നമ്മുടെ സാനിയോയാണ്, സരിനോടൊപ്പം. അപ്പം മാത്രമല്ല റോഷിപാൽ സമഗ്രമായ വീക്ഷണം നൽകുകയും ചെയ്തു. അവസാനം ദീപക് മലയമ്മ ഒഴിവാക്കി തരുമോ എന്ന് ശ്രീകൃഷ്ണകുമാർ കാരണം എപ്പോഴും ഒട്ടി നടക്കുക. എവിടെ പോയാലും ശ്രീകൃഷ്ണ നമ്മുടെ അതായത് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് പോലും അത്രയും നടക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, മണപ്പുള്ളിക്കാവിൽ സരിന പോയ കൽപ്പാത്തി